ഹൈമാവതി കൃഷി ബ്ലോഗ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇനിയിപ്പോൾ ഇവിടെ കാണിക്കാൻ പോകുന്നത് വെച്ചാൽ നിങ്ങൾ കണ്ടല്ലോ, ഒരു പയറ് വിത്തുണ്ട് നടാൻ. അതാണ് ഞാനിപ്പോൾ ഒരു നടാൻ പോകുന്നത്. കാണിച്ചു തരാം. പയറ് വിത്തുണ്ട്, താലോലി വിത്തുണ്ട്, പയറ് വിത്ത് കണ്ട. ഈ പയറ് വിത്താണ് ഞാനിപ്പോൾ നടാൻ പോകുന്നത്. ഞാൻ കാണിച്ചു തരാമല്ലോ, അത് നട്ട് കാണിച്ചു തരാമല്ലോ. ഒരു പാക്കറ്റ് പയറ് വിത്തുണ്ട്. അത് ഞാൻ ആദ്യം എന്നാ ചെയ്യുന്നത് വെച്ചാൽ ഈ കരിയിലയിൽ ആദ്യം അടിയിൽ, ബാഗിന്റെ അടിയിൽ കരിയില നടക്കുന്നുണ്ട്. ഈ കരിയില വേണ്ട, ഈ കരിയില നടക്കുന്നത് പയറിനകത്ത് കണ്ടില്ലേ? ഇതേപോലെ കരിയില നിറച്ചിട്ടാണ് ഇപ്പൊ നടാൻ പോകുന്നത്. കണ്ടല്ലോ, ഇതേപോലെ നമുക്ക് ഇനിയിപ്പം പയറ് ഉണ്ടാവാൻ തുടങ്ങി. ആ പയറ് ഉണ്ടാവാനാകുമ്പോഴേക്ക് ലേശം നട്ടു കൊടുത്താൽ മാത്രമേ പയറുണ്ടാവുള്ളൂ. ഞാൻ ഈയിടക്ക് നട്ട പയർമേൽ പയറുണ്ടാവാൻ തുടങ്ങി. ഇനിയിപ്പം ചെറിയ പയറില്ല, അതുകൊണ്ടാണ് ഞാനിപ്പം ഇതിപ്പം നടാൻ പോകുന്നത്. കുറച്ചേ നടുന്നില്ല, ഒരുപാടൊന്നും നടുന്നില്ല. ഒരു പാക്കറ്റ് കുരുവിൻ്റെ ഇത് നടും, അത്രേ നടല്ലു ഞാൻ. കണ്ടില്ലേ? ഇതേപോലെ നടട്ടെ. ഉണ്ടല്ലേ? ഇതേപോലെ ഇനിയിപ്പം ഇവിടെയുണ്ട്, ഇതിൻ്റെ അടിയിലുണ്ട് കരിയില. ഇത് ഉണ്ടല്ലേ? ഇതും കരിയില തന്നെ. ഇതും കൂടി ഇതിലിട്ട് കാണിച്ചു തരാം. എന്താ നല്ല കരിയില ഇഷ്ടം പോലെ ഉണ്ട്. പൊട്ടിക്കൊണ്ടുവരാനേ ഇപ്പം വിഷമമില്ല. അതിൻ്റെ കയ്യിലൊക്കെ ഒന്നും ഒരു ക്ഷാമവും ഇല്ല, ഇഷ്ടം പോലെ ഉണ്ട്. ഇത് ഓരോ ദിവസം ഓരോന്നിനും നമുക്ക് നട്ടാൽ ഇത് നമുക്ക് നല്ലതല്ലേ. പിന്നെ അത് മാത്രമല്ല, ഒരുപാട് ഇതെല്ലാം ഇങ്ങനെ കൊടുക്കുമ്പോൾ വളവുമായി. ഈ ചകിരിച്ചോറിന് പൊട്ടി മിശ്രിതം കൂടുതൽ വേണ്ടല്ലോ, അതും ഒരു ലാഭമല്ലേ. അതാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഇത് ഉപയോഗിക്കുന്നത്. കണ്ടില്ലേ? ഇതേപോലെ ഇനിയിപ്പോൾ ഇതാണ് വിത്ത്. ഇനി ഞാൻ ഇത് നട്ടെ. ഇത് കണ്ടോ? ഇത് ഒരു പാക്കറ്റ് കുരുവായത്. ഈ കുരു ഇതാ നല്ല പയറാന്നേ, നല്ല നീളമുള്ള പയറായത്. ഇതിപ്പോ ഇത് കണ്ടില്ലേ? ഇതുപോലെ ഞാൻ വേഗം പോട്ടി മിശ്രിതം നിറച്ച് ഇതിൽ നടാനാക്കട്ടെ. ഇത് പോട്ടി മിശ്രിതം ആക്കി വെച്ചത് കൊണ്ടാണ് ഇപ്പം വേഗം നറക്കാൻ കഴിഞ്ഞില്ല, ഇല്ലെങ്കിൽ ഇപ്പം നറക്കാനാവില്ല. ഉണ്ടാ ഇതേപോലെ നിറച്ചിട്ട് ഉണ്ടാ. പയറെല്ലാം 3-4 ദിവസം പൊടിക്കും. പയർ ഇന്നിപ്പം നട്ടാൽ മറ്റന്നാളത്തേക്ക് തന്നെ മുള വരാൻ തുടങ്ങും. പിന്നെ ഇതിൻ്റെ അകത്ത് വാരി വെക്കട്ടെ. ഉണ്ടാ, ഈ ബാഗ് പോക്കായി പോയി. ഇത് കണ്ടില്ലേ? ഇതേപോലെ ഇതിലും വാരി നിറച്ചു. ഇനിയിപ്പം ഇതിൻ്റെ അകത്തും കൂടി നിറക്കട്ടെ. ഇതിൻ്റെ അകത്തും കൂടി നിറച്ചിട്ട് ഒന്നിച്ച് നടാം. ഉണ്ടല്ലോ? ഇതിപ്പോൾ 3 അണത്തിൽ ഞാൻ നിറച്ച് വെച്ചു. ഇനിയിപ്പോൾ ഇത് നടാല, നട്ടിട്ട് കാണിച്ചു തരാല. വേണ്ട, അത്രേ ഉള്ളൂ പയറ് വിത്ത്, അത്രേ ഉള്ളൂ. ഉണ്ടാ
ഒന്നിൽ നട്ടു 4 വിത്താണ് നട്ടിട്ടുള്ളത്. അത് അഥവാ പൊടിച്ചിട്ടില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ്. എല്ലാം ഒരുപോലെ പൊടിച്ചു കിട്ടണം എന്നില്ലല്ലോ, അതുകൊണ്ട് 4 വിത്ത് വെച്ചിട്ടാണ് നടുന്നത്. കുറഞ്ഞു പോയാൽ അന്നേരം ഇതുണ്ടാവില്ല, പയറുണ്ടാവില്ല. പോരാതെ മഴക്കാലം നല്ലല്ലോ, അല്ല തണുപ്പുള്ള കാലമല്ലല്ലോ, സമയം പോക്കല്ലേ. അതുകൊണ്ടാണ് ജാസ്തി വിത്ത് നടുന്നത്. എന്താ വെച്ചാൽ കുളച്ച് കിട്ടിയിട്ടില്ലെങ്കിലും ഇത് ഉഷാറായിട്ട് അങ്ങനെ തഴച്ച് വളരും തോന്നില്ല. ഇത് കണ്ട, ഇപ്പം 3 നട്ടു. ഇനിയിപ്പം 3 കൂടിയുണ്ട്. ഇനി ഞാൻ നിറച്ചിട്ട് കാണിച്ചു തരാം. ഉണ്ടാ, ഇത് കണ്ടല്ലോ, 6 ബാഗിൽ ഇപ്പം ഞാൻ നട്ട് വെച്ചിട്ടുണ്ട്. പയർ നട്ട് വെച്ചിട്ടുണ്ട്. ഇതാ കണ്ടാ ഇത് നട്ടിട്ടുണ്ട്. ഇത് നമുക്ക് ഇനിയത്തെ മറ്റേ പയറാകുമ്പോഴേക്കിൽ ഇത് നമുക്ക് പരിക്കാനാക്കാൻ വേണ്ടിയിട്ടാണ് ഇതിപ്പോൾ നട്ട് വെക്കുന്നത്. ആ പയർ പറിച്ച് തീരുമ്പോഴേക്ക് നമുക്ക് ഇത് പയർ പരിക്കാനാവും. അതിനാണ് നട്ട് വെക്കുന്നത്. നിങ്ങൾ കണ്ടല്ലോ, മണ്ണില കൃഷിയാണ് എല്ലാം ചെയ്യുന്നത്. നമ്മളെല്ലാവരും മണ്ണില കൃഷി ചെയ്താൽ ഒരു പ്രശ്നമില്ല. മണ്ണും വേണ്ട, സ്ഥലവും വേണ്ട, നമ്മുടെ ഒരു മനസ്സ് മാത്രം ഉണ്ടെങ്കിൽ നമുക്ക് കൃഷിയെല്ലാം ചെയ്തെടുക്കാൻ കഴിയും. എനിക്ക് നിങ്ങളോട് പറയാനുള്ളതാണ്, എല്ലാവരും ഒരു 5 ബാഗിൽ നട്ടിട്ട് അവനവൻ്റെ വീട്ടാവശ്യത്തിനുള്ള വീടൊന്നും ഉണ്ടാക്കിയിട്ട് ഞാൻ ഈ ചെയ്യും പോലെ ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടം പോലെ കിട്ടും. കുറച്ച് വളം വാങ്ങണമെങ്കിൽ നമ്മൾ പുറത്തത്ര പൈസ കൊടുത്ത് പച്ചക്കറി വാങ്ങുന്നുണ്ട്, അത് വാങ്ങാതെ ആക്കണം എനിക്ക് പറയാനില്ല. ഇനിയിപ്പോൾ ഇത്രയേ ഉള്ളൂ. നാളെ വേറെ വീഡിയോയിട്ട് വീണ്ടും വരുന്നൊരു നന്ദി, നമസ്കാരം. എല്ലാവരും ലൈക്ക് അടിക്കുക, ഹൈപ്പ് അടിക്കുക, പിന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണണം, എനിക്ക് അത്രേ പറയാനുള്ളൂ. ഓരോരാളുടെ 1 മിനിറ്റെല്ലാം കണ്ടിട്ട് കണ്ടു എന്ന് പറഞ്ഞിട്ട് 3-4 വീഡിയോ കണ്ടിട്ട് ഇടുന്നുണ്ട്. അത് ശ്രദ്ധിക്കണം, എല്ലാവരും അങ്ങനെ ചെയ്യരുത്. എല്ലാവരും അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ മോശമാണ്. അത് പിന്നെ അതിനെ കൊണ്ട് കാര്യമില്ല, ഇല്ലാതെ പോലെയായി, അത്രേ ഉള്ളൂ. 1 മിനിറ്റൊന്നും കണ്ടിട്ട് കാര്യമില്ല. അവിടെ അത്രേ ഉള്ളൂ. എനിക്ക് കാണുന്നുണ്ട്, മനസ്സിലാകുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞാൽ ഇന്നിപ്പോൾ ഒത്തിരി ഉള്ളൂ. നാളെ വേറെ വീഡിയോ ആയിട്ട് കൊണ്ടുവരുന്നത്. നന്ദി, നമസ്കാരം.